ഹായ് ഫ്രണ്ട്സ്, ഈ വേനൽ ചൂടിൽ ദാഹവും ക്ഷീണമൊക്കെ അകറ്റാനും അതോടൊപ്പം തന്നെ നന്നായിട്ട് കളറ് വെക്കാനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് കുളിർമ നൽകുന്ന ഒരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് 2 ക്യാരറ്റ് വേണം. ക്യാരറ്റ് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് വേണമെങ്കിൽ സ്റ്റീം ചെയ്തും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കുക്കറിൽ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർക്കുന്നത്. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പഞ്ചസാര കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. വാനിലയുടെ കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എടുക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് വന്ന പാലിലേക്ക് ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്ത ശേഷം ഇത് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ട് കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ചെടുത്ത ക്യാരറ്റ് തണുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വെന്ത ക്യാരറ്റ് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിൻ്റെ വെള്ളം കുറച്ച് നമ്മൾ വേവിക്കാൻ വെച്ചല്ലോ, ആ വെള്ളത്തോടു കൂടി വേണേൽ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. ക്യാരറ്റിലേക്ക് നമ്മളിങ്ങനെ ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ലെങ്കിൽ ക്യാരറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഒരുപാട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്താണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ടേസ്റ്റ് കൂടും. ഇല്ലെങ്കിൽ ഇതുപോലെ ക്യാരറ്റ് ചേർത്ത് കൊടുത്താണെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഇനി ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റിൻ്റെ മിക്സും കസ്റ്റാർഡിൻ്റെ മിക്സും എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് കുറുകി പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമ്മളിപ്പോൾ ഇത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡ്രിങ്കാണിത്. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലൊപ്പം തന്നെ നമുക്ക് നല്ല ഹെൽത്തിയുമാണ്. ഇനി ഞാനിതിലേക്ക് ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ടേസ്റ്റിയായിട്ട് വാങ്ങിച്ച് കഴിച്ചോളും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ കസ്കസ് വളരെ നല്ലതാണ്, ശരീരത്തിന് തണുക്കാനായിട്ടൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് ബദാമും കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ഐസ്ക്രീം ചേർത്ത് കൊടുത്തതിന് പകരമായിട്ട് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് തണുപ്പിച്ച് പുളിയൊന്നുമില്ലാത്ത ഫ്രൂട്ട്സ് അരിഞ്ഞിട്ട് കൊടുത്ത് വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. എങ്ങനെയാണെങ്കിലും ഇത് വളരെയധികം ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കും. അത്ര ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഈ ഡ്രിങ്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.